കുടുംബത്തിലുള്ള ഇത് അങ്ങേറ്റത്ത് കണ്ടിട്ട് ഒരു കല്യാണം കഴിച്ച് കുട്ടിയാന്ന് പോലും എനിക്ക് തോന്നിയില്ല. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരട്ടെ, ഹസ്ബൻഡ് എന്ത് പറഞ്ഞു ഷോർട്ട് ഫിലിം കണ്ടിട്ട്? ആക്ച്വലി ഈ മൂവി ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ഈ മൂവി ചെയ്യാൻ ഞാൻ മാത്രമല്ലായിരുന്നു, എൻ്റെ ഒരു ക്രൂ ഉണ്ടായിരുന്നു, 4 പേര്. ഞങ്ങൾ കൂടി ഒരു ക്രിയേറ്റീവ് കൊക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഇട്ട പേരാണ്. ഇത് ഈ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് ദിലീപിനെ ഓർമ്മ വരുന്നത്. ഞാൻ എന്നെ വിമൽകുമാറിനെ വിളിക്കുന്നത്. അതുപോലെ ഞങ്ങൾ 4 പേര് ചേർന്നപ്പോൾ എന്തായാലും ഒരു ഫ്രണ്ട്സ് ഗ്യാങ് വന്നു. ഇനി അങ്ങോട്ടെല്ലാം ഒന്നിച്ച് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇട്ടൊരു പേരാണ് ക്രിയേറ്റീവ് കൊക്കേഴ്സ്. അപ്പം അതിൽ ഒരു മെമ്പർ അല്ലെങ്കിൽ കൂടിയും ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്. പുള്ളി ബേസിക്കലി ഇന്റീരിയർ ഡിസൈനറാണ്. ഇവിടെ കടവന്ത്ര എബോവ് ഇന്റീരിയേഴ്സ് എന്ന് പറയും. സ്വന്തമായിട്ടുള്ള ഫേം തന്നെയാണ്. ആയിക്കോട്ടെ, അടിപൊളി. കാരണം അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടണം. കാരണം ലേഡീസ് ആകുമ്പോൾ ഉറപ്പായിട്ട് ഫീമെയിൽസ് ആകുമ്പോൾ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ആക്ച്വലി. കാരണം ഞാൻ ഈ മൂവി എന്ന് പറഞ്ഞ ഒരു 1-2 ആഴ്ചയോളം ഫുൾ രാത്രിയോ 2 മണി 1 മണി ഫുൾ ഡിസ്കഷൻസ് ആയിരുന്നു. കാരണം ഞങ്ങളിങ്ങനെ ഇരുന്ന് എപ്പോഴും ഡിസ്കഷൻസ് ആണ്. ഒരു തീരുമാനത്തിലത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഡിസ്കഷൻ. അത് ഇങ്ങനെ രാത്രി 1 മണി 2 മണി. അപ്പോൾ ആളാണ് എൻ്റെ ഒപ്പം ഇരിക്കുന്നതും എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നതും. പിന്നെ ഈ ഡിസ്കഷൻസിലൊക്കെ ഞങ്ങൾ 4 പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിലും പുള്ളിയുടെ ഡിസിഷൻസും ഐഡിയാസും ഒക്കെ തന്നു. ആക്ച്വലി ഞങ്ങളുടെ ഈ മൂവിയുടെ മെയിൻ എന്ന് പറയുന്ന ക്യാമറ ഒരു ക്യാരക്ടറാണ്. ഞങ്ങൾ അങ്ങനെയാണ്, ഒരു ക്യാമറയുടെ വ്യൂ പോയിന്റിലാണ് ഈ കംപ്ലീറ്റ് കഥ പറയുന്നത്. അപ്പം ആ ഒരു ഐഡിയ തന്നത് സത്യം പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡ് പൊക്കാൻ പറ്റിയ സമയത്തൊക്കെ പൊന്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ലൈക്ക് എന്താ പറയാ, ആളാണ് പറഞ്ഞത് ഇത് പുതിയൊരു ട്രീറ്റ്മെന്റ് ആണ്, ഇതുവരെ മലയാള സിനിമയിൽ അങ്ങനെ ഒന്നും വന്ന് കണ്ടിട്ടില്ല. കാരണം പിന്നെ ഞങ്ങൾ സീൻസ് കട്ട് ഷോട്ട്സ് ഒക്കെ മാക്സിമം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം കഴിയുന്നതും ഒറ്റ ഷോട്ടിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മനസ്സിലായോ, സാധാരണ ഒരു ചില്ലുണ്ട്, എല്ലാ വിജയത്തിന്റെ പുറകിലും ഒരു സ്ത്രീ ഉണ്ടാവും. ഇപ്പൊ എല്ലാ വിജയം കൈവരിച്ച സ്ത്രീയുടെ പുറകിലും ഒരു പുരുഷനുണ്ടാവുന്നു. കാലങ്ങൾ മാറി വരുമ്പോ പഴഞ്ചൊല്ലുകൾ മാറണല്ലോ. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസിന്റെ ഇടയ്ക്ക് ഒരു പെണ്ണ് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആണ് വേണം. അല്ലാതെ തനിയെ വരുന്നതെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര റെയറാണ്. കാരണം പ്രത്യേകിച്ച് ഫാമിലിയിൽ നിന്നൊക്കെ ഇറങ്ങി വരണമെങ്കിൽ. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് തൊടുപുഴയാണ്. എൻ്റെ പാരൻസ് തൊടുപുഴയാണ്. എനിക്കൊരു സിസ്റ്ററാണുള്ളത്. പിന്നെ ഞാൻ പഠിച്ചത് കോയമ്പത്തൂരായിരുന്നു. പിന്നെ ചെന്നൈയിലും ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞു. എന്തായാലും അടിപൊളി. കാരണം ഷോർട്ട് ഫിലിം പ്രസിദ്ധിയായി. ഹസ്ബൻഡ് തന്നെ ഇപ്പൊ അഭിമാനം തോന്നുന്നുണ്ടാവും അല്ലേ, ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത് എനിക്ക് എന്റെ അഭിമാനിക്കുന്നു. അങ്ങനെയല്ല, ഫസ്റ്റ് ഞങ്ങളുടെ ഓഫീസിൽ ഇങ്ങനെ അനൗൺസ് ചെയ്ത് ലൈക്ക് എന്താ പറയുക, ഇൻഫോ പാർക്കിന്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളാണ് എന്നോട് ആദ്യം പറഞ്ഞത് എന്നാ ചെയ്യൂ. ദെൻ ഓൺലി ഐ ലൈക്ക് ഓക്കെ റിയലൈസ്ഡ് ഓക്കെ നമുക്കും ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അടുത്ത ആളാണെങ്കിൽ ഹസ്ബൻഡ് ചോദിക്കാനില്ലല്ലോ, അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അച്ഛനും അമ്മയും എന്ത് പറഞ്ഞു എന്നറിയണം. ഫാമിലി ദുബായിലായിരുന്നു. അപ്പൊ അവർക്ക് ഇവിടെ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ പരിമിതികൾ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കുറച്ച് അഡ്വൈസ് തരാം, അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്തു. പിന്നെ എന്റെ കൊച്ചിയിലെ വീട് അടച്ചു കിടക്കുമായിരുന്നു. അപ്പൊ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് അപ്പൊ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് ലൊക്കേഷൻ അതായിരുന്നു. പപ്പയും അമ്മയും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ചേട്ടൻ ഷൂട്ടിങ്ങിന്റെ സമയത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസരം ചേട്ടനാണ് ഒരു ഐപാഡ് തന്നിട്ട് പറഞ്ഞു ഇനിയുള്ള ഷൂട്ടിംഗ് നീ ഇതിൽ ചെയ്തോണമെന്ന് പറഞ്ഞു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ പാരൻസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചില ദിവസങ്ങളിൽ രാത്രി ലേറ്റ് ആവുമല്ലോ ഷൂട്ടിംഗ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലൊക്കെ താമസിച്ചു. അവളുടെ അപ്പനെ അമ്മേനെ എന്താണേലും ഞാൻ ഇപ്പൊ പറയണം, കാരണം അവരെന്നെ സഹിച്ചെന്ന് ഒരു കണക്കില്ല. എന്റെ വീടിനടുത്തുള്ള ഒരു കൂട്ടുകാരിയാണ്. അപ്പൊ 2-3 സാറ്റർഡേസ് ഞാൻ അവളുടെ വീട്ടിൽ തന്നെയാ കഴിഞ്ഞത്. അപ്പൊ പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് അവരാണ് ശരിക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഞങ്ങളുടെ ഈ ഫിലിം ഞാനൊരു ഡയറക്ടർ എന്നൊന്നുമില്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ ആ ടീമിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് മാത്രമാണ്. കാരണം ആ സിനിമ വന്നത് ആ ഫുൾ ടീമിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം. ഞാൻ ഓക്കെ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, അവരും അതുപോലെ തന്നെ ചെയ്താലും. എന്റെ ടീം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. സ്പെഷ്യലി കഥ തിരക്കഥ എല്ലാം എന്റെ ക്ലാസ്മേറ്റ് ഡൊണീറ്റ് തന്നെയാ
ചെയ്തത്. അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സപ്പോർട്ടായിരുന്നു മെയിൻലി. ഞാൻ എന്ത് പറഞ്ഞാലും ദേ വർ റെഡി ടു ഡു ഇറ്റ്. പിന്നെ ആ സപ്പോർട്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അത് നന്ദി. കാരണം എനിക്ക് തോന്നുന്നതെന്നറിയോ, ഇപ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. എന്തായാലും ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തല്ലോ, അത് ഡയറക്ടറായി. ഇനിയിപ്പോൾ അച്ഛനോടൊന്ന് മുട്ടി നോക്ക്, ഞാനൊരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്താലോ, ഡയറക്ഷൻ ചെയ്താലോ എന്ന് ആഗ്രഹിക്കുന്നു. അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന്. അവിടെ വരെ എത്താൻ തോന്നില്ല. വൈകുന്നേരം സംഭവിക്കും. ഭാവിയിൽ നോക്കണം. ഭാവി അല്ല, ഇപ്പൊ അടുത്തായിട്ടുള്ളത് BA ഒന്ന് പാസ്സാവണം. ഇല്ലെങ്കിൽ നന്നായിട്ട് നോക്കും. ഏതായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഒരു അടുത്ത ഫെസ്റ്റിവലിൽ ഒരു ഷോർട്ട് ഫിലിമായിട്ട് ഇവർ വന്നിരിക്കും, ഒരു സംശയവും വേണ്ട. ഇവരിലൊക്കെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫേസിൽ. 100%. എല്ലാവരുടെ ഫേസിലും ഇത്. ഓരോ അഞ്ജലി മേനോനും ഗീതു മോഹൻദാസ് ഒക്കെ ഓരോരുത്തരുടെ ഫേസിലും ഉണ്ട്. ഇവരൊക്കെ വളർന്നു വരുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നിങ്ങൾക്ക് സത്യത്തിൽ ഇപ്പം ഇതിനകത്ത് അഭിനയിച്ച ആൾക്കാരുണ്ട്. അപ്പം അഭിനയിച്ച ആൾക്കാരോടാണ് ചോദ്യം, നിങ്ങൾക്ക് അഭിനയമാണോ അതോ ഡയറക്ഷനാണോ ഏറ്റവും ഇഷ്ടം തോന്നുന്നത്? എനിക്ക് ആണെങ്കിൽ അഭിനയം തന്നെയായിരുന്നു എനിക്കിഷ്ടം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതിനകത്തൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ നമ്മളത് അഭിനയിച്ച് പോന്നാൽ മതി. ആ ക്യാരക്ടറായി ഉൾക്കൊണ്ട് നമ്മൾ അഭിനയിച്ച് പോന്നാൽ മതി. വേറെ ഒരു കാര്യം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് എന്താ പറയണ്ടേ, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഭയങ്കരമായിട്ട് ഇതാണ് ഒരു ഡയറക്ഷൻ. അതൊരു ചെറുതൊരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ കൂടി, ഒരു 5 മിനിറ്റിൻ്റെ സാധനമാണെങ്കിൽ കൂടി അതൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കുന്നത് ഞാൻ ഈ ഒരു ചെറിയ സാധനം ചെയ്തപ്പോഴാണ്. തീർച്ചയായിട്ടും അത് ഭയങ്കര ഇതാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. എനിക്കിപ്പോൾ ശ്രേയാണി ചേച്ചി പറഞ്ഞ പോലെ അങ്ങനെ എന്താ പറയാ എക്സ്പീരിയൻസ് ഇല്ല. കാരണം ഞാൻ തന്നെയായിരുന്നു ആ മൂവി ഡയറക്റ്റ് ചെയ്തതും. അപ്പോൾ എനിക്ക് ശരിക്കും ആക്ടിങ്ങിന്റെ ഒരു ഫീൽ അതിലുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഡയറക്ഷൻ ഹസ്ബൻഡ് പറഞ്ഞു വെരി ഗുഡ്, ഇനി നീ ഡയറക്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അഭിനയിച്ച് കണ്ടിട്ട് എന്ത് പറഞ്ഞു ഹസ്ബൻഡ്? അഭിനയിച്ച് കണ്ടത് കണ്ട് ഹസ്ബൻഡ് അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് കമന്റ്സ് ഒന്നും പറഞ്ഞില്ല. പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ എഡിറ്റർ ലൈക്ക് എനിക്ക് എൻ്റെ മൂവിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത എഡിറ്ററും ക്യാമറാമാനും മാത്രമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് ക്രൂ ന്യൂ ആയിരുന്നു. അപ്പോൾ എഡിറ്ററുടെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ എഡിറ്റർ ഷിനോസ് റഹ്മാൻ എന്ന് പറഞ്ഞ് ലൈക്ക് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒക്കെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം എഡിറ്റർ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു ആക്ടിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ടൈം ആണെന്ന്. അപ്പം ഇല്ല, വലിയ വൃത്തികേടാക്കാതെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്തായാലും നന്നായിരുന്നു അല്ലേ? കണ്ടിരുന്നോ അഭിനയം കണ്ടിരുന്നോ? നന്നായിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയാ, അത്ര അങ്ങോട്ട് മോശമല്ല എന്നൊരു കോൺഫിഡന്റ് വന്നായിരുന്നു. പക്ഷെ എന്നാൽ കൂടി എനിക്ക് എന്താ പറയാ, ഡയറക്ഷൻ എന്തോ വല്ലാത്തൊരു ത്രില്ലാണ്. എന്താ ഇഷ്ടം, ഒരു ആക്ടിംഗ് ആണോ അതോ ഡയറക്ഷൻ ആണോ ഇനി ചെയ്യാൻ ആഗ്രഹം? ഇനി ചെയ്യാൻ ഡയറക്ഷൻ തന്നെയാണ്. കാരണം അത് ഒരു വേറൊരു ഫീലിംഗ് ആണ്. ലൈക്ക് നമുക്കത് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ. എനിക്കിപ്പം ഞാൻ ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ളെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിൽ കൂടിയൊക്കെ ഒരു ഞാൻ പറഞ്ഞ 4 ലക്ഷം വ്യൂവേഴ്സ് കണ്ടു. അപ്പോൾ എനിക്ക് ഇപ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പോകുന്നതിനെക്കാട്ടിലും ഒരു ഇത് കിട്ടുന്നത് അവരുടെ നിന്ന് ഒരു ലേഡി ഡയറക്ടർ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് എവിടെയാണെങ്കിലും ഒരു ചാൻസ്, ഇപ്പം ഞാൻ പടം ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ ഒരുപാട് ഫോട്ടോസ് എനിക്ക് വരാൻ തുടങ്ങി. ചേച്ചി എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ചാൻസുകൾ വരാൻ തുടങ്ങി. തീർച്ചയായിട്ടും ഡയറക്ഷൻ ഒരു ഭയങ്കര ഇത് തന്നെയാണ്. പക്ഷെ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർമാരൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. ബാക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ ഒന്നും ടെക്നീഷ്യന്മാരെ ഒന്നും ആരും അറിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം കുറെ നാൾ തൊട്ട് ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം ഇപ്പം ജോഷി സാർ അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ലാലു സാറ് അതുപോലെ ഇങ്ങനെ ഒരുപാട് സത്യനന്ദിക്കാട് ഇപ്പം എല്ലാവരും അറിയാം. ഇപ്പം വരുന്ന പുതിയ ഡയറക്ടർ ആണെങ്കിൽ ഇന്ന ആള് ഡയറക്ടർ അല്ലെങ്കിൽ ഇന്ന ആള് ആർട്ടിസ്റ്റ് എന്നുള്ളത് ഇപ്പം അറിയാൻ പറ്റുന്നുണ്ട്. പണ്ട് ക്യാമറയുടെ മുമ്പ് നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ ജനങ്ങൾക്ക്. ഇപ്പം എല്ലാവർക്കും അറിയാം. ഇപ്പം ജനങ്ങൾക്ക് ശരിക്കും അറിയാം ഇപ്പം ആരാണ് ആർട്ടിസ്റ്റ് ആരാണ് ഡയറക്ടർ എന്നെല്ലാം ഇപ്പം ഇന്നത്തെ സമൂഹത്തിന് പിള്ളേർക്കും കൊച്ചു പിള്ളേർക്ക് പോലും എല്ലാം അറിയാം എന്നുള്ളതാണ് ഇന്നത്തെ സത്യം. എന്തായാലും ഇതില് ലാസ്റ്റ് ചോദിക്കാണ്, ഇതില് ആർക്കാണ് ഏറ്റവും ആദ്യം സിനിമ ചെയ്യണം? ഒരാൾ പറഞ്ഞു ഓൾറെഡി സിനിമയുടെ വർക്കിൽ വക്കിൽ നിൽക്കുന്നു, സ്ക്രിപ്റ്റിൽ നിൽക്കുന്നു. ജൂലിയസ് സിസർ എന്നാണ് പടത്തിന്റെ പേര്. പക്ഷെ ഇതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി പോവാം. ബാക്കിയുള്ള 3 പേരില് ആർക്കാണ് ഫിലിം എത്രയും പെടുന്ന ഒരു ഫിലിം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആർക്കാണ്?
ആഗ്രഹമൊക്കെ ഉണ്ട്. ആഗ്രഹമൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ആള് എന്താണെന്ന് അറിയോ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. പല ചാനലിൽ ശാലോം തൊട്ട്. അല്ല അതല്ല ഞാൻ പറയാൻ വന്നേ, ഈ ഷോർട്ട് ഫിലിം മേക്കേഴ്സിന്റെ ഒരു ഡ്രീം ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഫീച്ചർ ഫിലിം തന്നെയാണ് ചെയ്യുക എന്നുള്ളത്, ഒരു മുഴുനീള ഒരു സിനിമ ചെയ്യുക എന്നുള്ളത്. അത് അവരുടെ ഓരോ ഇതിൽ നിന്നുള്ള എക്സ്പീരിയൻസ്, അവരുടെ തെറ്റ് കുറവുകൾ അതെല്ലാം നികത്തി വരാം. വേണമെങ്കിൽ ആരെ അസിസ്റ്റ് ചെയ്യാതെയോ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ. അല്ലാത്തവർക്ക് അതിന്റെ സ്റ്റെപ്പ് ചിലപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആയിട്ട് കയറുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. പക്ഷേ അത്രയും നല്ലൊരു ആത്മവിശ്വാസം ഉള്ളവർക്ക് ഡയറക്റ്റ് ഫിലിം ചെയ്യാം. ആ ഒരു മീൻസ് ഒരു പ്രൊഡ്യൂസർ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു കഥയും ഉണ്ടെങ്കിൽ. ആത്മവിശ്വാസം ഉണ്ടോ? ആത്മവിശ്വാസം ഉണ്ട്, ദൈവവിശ്വാസം ഉണ്ട്. ആത്മവിശ്വാസം ഉണ്ടോ? അതായത് ചോദിച്ചു. ഒറ്റ ചോദ്യം ഉണ്ട്. അപ്പം നിങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഫിലിം പ്രതീക്ഷിക്കാം അല്ലേ രവീന്ദ്രൻ സാറേ? അടുത്ത ഈ ഇങ്ങനെ ഒരു സംഭവം അടുത്ത വർഷം നടക്കുന്നതിന് മുമ്പ് ചിലപ്പം ഇവരൊക്കെ ആരെങ്കിലും ഒക്കെ ഡയറക്ടർ ആയിട്ടുണ്ടാവും, ഫിലിം മേക്കേഴ്സ്. ചാൻസ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മാത്രമല്ല, നമുക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ എങ്ങനെ പങ്കെടുക്കാം. വിമൻസിന് മാത്രമുള്ള ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളുണ്ട്. ഇതിൻ്റെ എല്ലാം നമ്മൾ വന്നിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ കളക്ട് ചെയ്ത് ഇവർക്ക് കൊടുത്ത് ട്രെയിനിങ്ങും എല്ലാം. അപ്പോൾ മലയാള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മെയ്ഡ് ബൈ മലയാളീസ് അല്ലെങ്കിൽ മെയ്ഡ് ബൈ കേരളീസ് വാച്ച് ബൈ ദ വേൾഡ്. ദാറ്റ് ഈസ് അവർ ambition. So let's do that. പറഞ്ഞോളൂ. എന്റെ ഒരു ആഗ്രഹമാണ്, സാധാരണ പെൺകുട്ടികൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ആകെ ആക്ടിംഗ് ആണ് മാത്രമാണ് എല്ലാവരും വിചാരിക്കുന്നത്. സോ ടെക്നിക്കൽ സൈഡിലേക്കും ലേഡീസിനൊരു ചാൻസ് ലൈക്ക് ഉണ്ട്, ആൾക്കാരുണ്ട്. പീപ്പിൾ ആർ റെഡി. സ്ക്രിപ്റ്റ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും ഈവൻ ടെക്നിക്കൽ ക്യാമറ ഹാൻഡിൽ ചെയ്യാനും there are girls. ഞങ്ങൾ എല്ലാത്തിനും റെഡിയാണ്. ഞങ്ങൾക്ക് ചാൻസ് കിട്ടണം. മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ അത് തുടങ്ങുകയാണെങ്കിൽ ബാക്കി കേൾക്കുന്ന ആൾക്കാർ ഇതൊന്ന് മനസ്സിലിരുത്തട്ടെ. എന്തായാലും അടുത്ത ആൾ പറയട്ടെ. തീർച്ചയായിട്ടും എന്താ പറയണ്ടത്, നമുക്ക് ഇപ്പം മൂവി കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും പടങ്ങൾ കാണാനായിട്ട്. അതുപോലെ ഇത് ടെക്നീഷ്യൻ സൈഡിൽ നിന്നും ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അവർ ബാക്കിൽ അതായത് ഡയറക്ഷൻ സൈഡിലായാലും ക്യാമറ സൈഡിലായാലും ലേഡീസ് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും നമുക്ക് വേണം, എങ്കിലേ നമുക്ക് മുമ്പോട്ട് വരാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി. ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഒരു മുന്നറിയിപ്പ് യൂട്യൂബിലുണ്ട്, എല്ലാവരും കാണണം എന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അടുത്തയാള്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്. ഒരു ഫിലിം ഫെസ്റ്റിവല് അതിൻ്റെ ഒരു സ്ക്രീനിങ് നടക്കുക ഇവിടെ, ഇവിടുത്തെ കൊച്ചിയിൽ തന്നെ ഒരു വെന്യൂ. അവിടെ ഡയറക്ടർ മോഹൻ സാർ ഇസബിലൊക്കെ ചെയ്ത മൂവി, മോഹൻ സാറാണ് അതിൻ്റെ ജൂറി. അദ്ദേഹം പറഞ്ഞൊരു സംഗതി ഞാനിപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹം വലിയൊരു ഡയറക്ടറാണ്. അദ്ദേഹം പറയുന്നത് ഈ ഷോർട്ട് ഫിലിംസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒരു ഷോർട്ട് ഫിലിം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ കാണുന്നു. പക്ഷേ അദ്ദേഹം വന്നത് കണ്ടു, അദ്ദേഹം പറഞ്ഞ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ, അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിന് ശരിക്കൊരു വെന്യൂ, ഒന്നുകിൽ ചാനൽസിന് അങ്ങനെ ഒരു പാക്കേജ്, ഒരു ടൈം ഷെഡ്യൂള് ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് പോകുന്നുണ്ട്. അങ്ങനെ കാരണം യൂട്യൂബൊക്കെ പോയെന്ന് പറഞ്ഞാലും ഒരു പരിധി വരെ ആൾക്കാർ കാണുകയുള്ളൂ. ഇപ്പം വീട്ടിലിരിക്കുന്നവർക്ക് അത് കാണാം, നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റും ഇന്ന ദിവസം നമ്മുടെ ഷോർട്ട് ഫിലിം ചാനൽ വരുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, ബെറ്റർ. അതും നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ അതിനും ഒന്ന് മനസ്സുറപ്പിക്കുക അല്ലേ? അപ്പം എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരും വളർന്ന് അഞ്ജലി മേനോനെ പോലെയും എന്താ പറയുക നമ്മുടെ ഗീതു മോഹൻദാസിനെ പോലെയൊക്കെ വലിയ ഡയറക്ടേഴ്സായി മാറട്ടെ, പടങ്ങൾ ചെയ്യട്ടെ, ഇനിയും ഷോർട്ട് ഫിലിമുകൾ ഉണ്ടാവട്ടെ, സിനിമകൾ ഉണ്ടാവട്ടെ. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ അല്ലേ സാറേ, ഇവര് പടം ചെയ്തിട്ട് ഡയറക്ഷൻ ചെയ്തിട്ട് വേണം നമുക്കൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അല്ലേ സാറേ? അപ്പം ഞങ്ങൾക്കൊക്കെ അവസരങ്ങൾ തരിക. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാ വിജയങ്ങളും. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.